നല്ല ഇടയനായ യേശു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന് 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 11-ാം വാക്യം ഇങ്ങനെ വായിക്കും. ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയനായ യേശുവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നീതിയായ ചിന്തയെ അടിയാനോ ഇങ്ങനൊരു അവസരം തന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. അടിയന്റെ വായുടെ വാക്കുകളും കർത്താവ് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ ഹൃദയത്തിലെ ചിന്തയും കർത്താവിനെ അവരെ അനുഭവിച്ചാട്ടെ, അറിയുവാനുള്ള കൃപ അടിയാനും തന്നാട്ടെ. ആമേൻ. ഇന്നത്തെ ധ്യാന വചനം യേശുക്രിസ്തു പറഞ്ഞ അതിവിശിഷ്ടമായ വാക്കുകളാണ്. യോഹന്നാൻ 10-ാം അധ്യായം അതിലെ 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഈ ഒരു വാക്യത്തിൽ തന്നെ യേശുവിന്റെ ഹൃദയം നമുക്ക് മുഴുവനായി കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും 1-2 ചിന്തകളെ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ചിന്തിക്കാം, സ്നേഹത്തിന്റെ അടയാളം. സ്നേഹത്തിന്റെ അടയാളം. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ദൈവമഹത്വം തെളിയിക്കുന്ന വിഷയങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ഞാനാണ് ഇടയൻ, ഞാനാണ് രക്ഷകൻ, ഞാനാണ് ദൈവം എന്നെല്ലാം പറഞ്ഞ് അനേകർ അവതരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നോക്കാമെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം അത് വളരെ അധികമാണ്. അവരാണ് ഇടയന്മാർ എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും അങ്ങനെ പോകുന്നുണ്ട്. അത് അങ്ങനെ ഒരു കൂട്ടം, വലിയൊരു സമൂഹം തന്നെ ഉണ്ട്. അവർ നല്ല ഇടയനല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവരുടെ നല്ല നിമിഷങ്ങളും നല്ല വർഷങ്ങളും അവരിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി യേശു നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ അതൊരു പദവി മാത്രമല്ല, അതൊരു ബന്ധമാണ്. യേശു പറയുന്നത് ഞാനാണ് നല്ല ഇടയൻ. അതൊരു പദവി മാത്രമല്ല, അതൊരു ബന്ധമാണ്. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അത് വളരെ അടുത്തതാണ്. ഇടയൻ ഓരോ ആടുകളെയും വ്യക്തിപരമായി അറിയുന്നു. അതുപോലെയാണ് യേശു നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നത്. നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ബലഹീനതകളിലും എല്ലാം യേശു നമ്മെ വ്യക്തമായി തന്നെ അറിയുന്നുണ്ട്. പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിയാണ്, നമുക്ക് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അത്രയും നാൾ, എത്ര നാളാണോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത്രയും നാളും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണം. ചിലർക്കൊക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും, ദൈവം എന്തിനാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല ഇടയന്മാരായി ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതറിയാത്ത പോകുന്നവർക്ക് ഈ ധ്യാനം കൊണ്ട് നല്ലൊരു അവസരമാണ് അവർക്ക് തുറന്നു കിട്ടുന്നത്. ലോകം നമ്മെ മറന്നാലും ദൈവം ഒരിക്കലും നമ്മെ മറക്കുന്നില്ല. അതാണ് നല്ല ഇടയന്റെ സ്നേഹം. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് സംരക്ഷകൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 7 അവകാശവാദങ്ങളിൽ ഒന്നാണ് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നത്. കർത്താവായ യേശുവിന് മുൻപ് വന്നിട്ടുള്ള എല്ലാ ഇടയന്മാരും തന്നെ കള്ള ഇടയന്മാർ ആയിരുന്നു എന്ന് യോഹന്നാൻ 10-ാം അധ്യായം അതിന് 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവർ മോഷ്ടിപ്പാനും മുടിപ്പാനും ആടുകളെ തകർപ്പാനുമായിരുന്നു വന്നതെന്ന് എന്നും ചെന്നായികൾ വരുമ്പോൾ അവർ ഓടി ഒളിക്കുന്ന ഇടയന്മാരുമെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു നമ്മുടെ കർത്താവ്. ഒരു ഇടയന്റെ പ്രധാന ദൗത്യം തന്റെ ആടുകളെ സംരക്ഷിക്കലാണ്. ചെന്നായോ കള്ളനോ വന്നാൽ ഓടി ഒളിക്കുന്ന ഇടയനല്ല. അതുപോലെയാണ് യേശുവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാക്കുന്നത്. നാം ഭയപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മൾ പല ആശങ്കകളിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ നല്ല ഇടയനായ യേശു നമ്മോട് പറയുന്നു,
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അതാണ് ഒരു നല്ല ഇടയന്റെ സംരക്ഷണം. മൂന്നാമതായി നമ്മൾ ഇതിൽ നിന്ന് ചിന്തിക്കുന്നു ത്യാഗസ്നേഹത്തിന്റെ മാതൃക. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഇതൊരു അതായത് ഈ 10-ാം അധ്യായത്തില് ഈ വാക്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ്. തന്റെ ജീവനെ കൊടുക്കുന്നു. ഇതൊരു ഉപമയല്ല, യഥാർത്ഥ സത്യമാണ്. ക്രൂശിൽ യേശു തന്റെ ജീവനെ നൽകിയാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത്. അവൻ നല്ല ഇടയനായിരുന്നു. ആടുകളെ രക്ഷിപ്പാൻ സ്വന്തം ജീവൻ തരാൻ വന്നവനാണ്. ഈ നല്ല ഇടയൻ ആടുകളെ തേടി വന്നതാണ്. അവൻ കാണാതെ പോയ ആടുകളെ കണ്ടു കിട്ടുന്നത് വരെ അന്വേഷിക്കുന്ന ഇടയൻ. നമ്മെ ഓരോരുത്തരെയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിരുന്നു. സ്നേഹം എന്ന് പറയുന്നത് അത് എളുപ്പമാണ്. നമുക്ക് ആരോട് വേണോ നമുക്ക് പറയാം, എനിക്ക് ഇതിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സ്നേഹം അങ്ങനെ വളരെ എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ത്യാഗം എന്ന് പറയുന്നത് ദുഷ്കാര്യമാണ്. യേശു നമ്മെ പഠിപ്പിച്ചത് സ്നേഹം ത്യാഗത്തിലൂടെയാണ് പൂർണ്ണമാകുന്നത്. യേശു നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചത്, അതായത് ത്യാഗത്തിലൂടെ മാത്രമേ ഞാൻ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമുക്കിങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കും എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്, അവതരിച്ചത് എന്ന് നമ്മെ ഒരിക്കൽ കൂടെ പഠിപ്പിക്കുന്നു. യേശു നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, സ്നേഹം ത്യാഗത്തിലൂടെയാണ് പൂർണ്ണമാകുന്നതെന്ന്. നമ്മുടെ പാപചിന്തകൾ ഉപേക്ഷിച്ച് യേശുവിന്റെ മാതൃക പിന്തുടരുന്നതിന് കഴിയണം. ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യാൻ നാം പഠിക്കണം. ദൈവാത്മാവ് നടക്കുന്ന വഴികളിലൂടെ നടക്കണം. യേശുവിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഒരു നല്ല ഇടയന്റെ യഥാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ ഒരു നല്ല ഇടയന്റെ ത്യാഗ സ്നേഹമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് അനുസരിക്കുക. യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പിതാവിനെ അനുസരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഒന്നാമതായി ചിന്തിച്ചത് സ്നേഹത്തിന്റെ അടയാളം, രണ്ടാമതായി ചിന്തിച്ചത് സംരക്ഷകൻ, മൂന്നാമതായി ചിന്തിച്ചത് ത്യാഗ സ്നേഹത്തിന്റെ മാതൃക, നാലാമതായി നാം ചിന്തിക്കുന്നത് അനുസരിക്കുക എന്നതാണ്. ഇന്ന് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്, അതായത് ഇത്രയും ഇതിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? നാം യേശുവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്കായി, കാരണം നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്കായി ഒരു നല്ല ഇടയൻ ആകുന്നുണ്ടോ? അവൻ നയിക്കുന്ന വഴിയിൽ നടക്കാൻ തയ്യാറാണോ? മറ്റുള്ളവർക്കായി നാം മറ്റുള്ളവർക്കായി സ്നേഹിക്കുവാനും കരുതുവാനും നാം സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ, നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് അവിടെ ഒരു ചെറിയ ഇടയനെങ്കിലും ആകുവാൻ കഴിയണം. സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും അനുസരിക്കുവാനും കഴിയണം. സ്നേഹിക്കുവാൻ നമുക്ക് പുറമെ ഇങ്ങനെ കാണിക്കാം സ്നേഹമൊക്കെ, എന്നാൽ മറ്റുള്ളവരെ കരുതുവാൻ അത് ഇച്ചിരി പ്രയാസമാണ്. സ്വയം ആദ്യം നമ്മുടെ ജീവിതമാണ് നമ്മൾ നോക്കുന്നത്. അനുസരിക്കുക, അത് ഇന്നത്തെ സമൂഹത്തിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ക്ഷമിക്കുവാനും ഞാൻ ഇപ്പോഴും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളാണ്, കാരണം ക്ഷമിക്കുവാൻ നമുക്ക് ഒട്ടും പറ്റത്തില്ല. എന്നാൽ ഇതിൽ നിന്ന് ഞാൻ പറയുന്നത്, അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? ആടുകളെ രക്ഷിപ്പാൻ തന്റെ ജീവൻ പോലും മറുവിലയായി നൽകി. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പോലും മറുവിലയായി നൽകി. തന്റെ ശരീരം നമുക്കായി തകർക്കപ്പെട്ടു, തന്റെ രക്തം നമുക്കായി ചൊരിയപ്പെട്ടു. ഈ വലിയ സത്യം ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ഇന്നു മുതലുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ
സംസാരത്തിൽ, നമ്മുടെ നടപ്പിൽ എല്ലാം ആ നല്ല ഇടയനായി ഓർത്തുകൊണ്ടായിരിക്കണം. കാരണം അവൻ നമുക്ക് വേണ്ടിയിട്ടാണ് അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത്. നല്ല ഇടയനായ യേശു ഇന്നും നമ്മെ വിളിക്കുന്നു. അവന്റെ സ്നേഹം മാറ്റമില്ലാത്തതാണ്. നാം എത്ര അകന്നാലും അവൻ നമ്മെ അന്വേഷിച്ച് തന്നെ കണ്ടെത്തും. കാരണം ദൈവത്തിൽ നിന്നും ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ അവര് സഭയിൽ വരുന്നുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ, നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുന്ന സമയങ്ങൾക്ക് പരിമിതി കാണിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായി തീരട്ടെ. എബ്രായർ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏറ്റവും വലിയ നല്ല ഇടയന്റെ കാര്യം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശൈലി എല്ലാം. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും ദൈവത്തോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാനും കഴിയണം. പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ആമേൻ.